RJ Sean. Asif Ali is here with me on Star Jam. Asifന്റെ കുറച്ച് പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ആൻഡ് ഓരോ പാട്ട് പ്ലേ ചെയ്യുമ്പോഴും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. സോങ് നമ്പർ 1 ആസിഫിന് ഇഷ്ടമുള്ള ഒരു സോങ് പറയും. കാണാമുള്ള ഉൾനീറും. നോവാണ് അനുരാഗം. അങ്ങനെയുള്ള നോവൊക്കെയാണോ അനുരാഗം? ഇപ്പോഴാണോ ആസിഫ് ശരിക്കും ഇൻ ലവ് ആയത്? ഇല്ല, ഇതിന് മുന്നേയും തോന്നിയിട്ടുണ്ട്. പക്ഷെ പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ഞാൻ ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിനീതിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഈ ഡയലോഗ് ശരിക്കും എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ എന്നെ അറിയാവുന്ന ആരോടെങ്കിലും ഞാനിങ്ങനെ ആദ്യമായിട്ട് ഞാൻ പ്രണയത്തിലായി അളിയ എന്ന് പറഞ്ഞാൽ എന്നെ ചെരുപ്പൂരി അടിക്കും. അവിടെ എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ഒരുപാട് പ്രേമിക്കുന്നവർക്കുള്ള ഉപാധിയാണ് ആ ഡയലോഗ്. ആൻഡ് അക്കോർഡിംഗ് ടു യു വാട്ട്സ് ലവ് ദെൻ? ലവ് ഡിഫൈൻ ചെയ്യാൻ യശ് ചോപ്ര മുതൽ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാൻ പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, യു ഹാവ് എ ഫിയാൻസി ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ആസിഫിന്റെ ഇത്രയും കാലത്ത് എല്ലാ അഫയേഴ്സും അറിയോ? ഒരുമാതിരി എല്ലാ സീക്രട്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയും കൂടെ ആയതുകൊണ്ട് പലപ്പോഴും പലത് എവിടെന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗംഗയിൽ കുളിച്ചോ. ആൻഡ് നെക്സ്റ്റ് സോങ് ആസിഫിന്റെ ലേറ്റസ്റ്റ് ഇഡിയറ്റ്സിലെ സോങ് ആണ്. ഓക്കെ. ഈ പാട്ടിൽ നായികയുമായിട്ട് ഇന്റിമേറ്റ് സീൻസ് ചെയ്യുന്ന സമയത്ത് ഭാവി വധു എന്ത് പറഞ്ഞു? ഇത് കണ്ടപ്പോ ഭാവി വധു ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഭാവി വധുവിന്റെ കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ കല്യാണം ഉറപ്പിച്ചിട്ട് ആദ്യം ഇവരുടെ ഫാമിലിയിൽ ഇവർ കാണുന്നത് ബാച്ചിലർ പാർട്ടിയിലെ ആ സോങ് ആണ്. അടുത്ത സോങ് ബാച്ചിലർ പാർട്ടിയിലെ കാർമുകിൽ. അത് കണ്ടപ്പോ തന്നെ ഇവർ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതെന്റെ പ്രൊഫഷനാണ്, ഒരിക്കലും ഞങ്ങളെ രണ്ടുപേരെയും റൂമിൽ കയറ്റി ഇട്ടിട്ട് ഒരു ക്യാമറയും തന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഷൂട്ട് ചെയ്തോണ്ട് വരുമെന്നല്ല പറയുക. ഇതിന്റെ ഇടയിലൊക്കെ കുറെ പേരുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അത്രയും ഇന്റിമേറ്റ് അല്ല, ഇതെല്ലാം അഭിനയമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. Club FM, well, let's go for that song. Ton കണക്കിന് ഫൺ. RJ Sean. Hey everybody, this is Star Jam. ഞാൻ RJ Asif Ali. സച്ചിൻ ടെണ്ടുൽക്കർ ഈ ഒരു പേരാണ് ഇപ്പൊ ഇന്ത്യ മുഴുവനും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ സച്ചിൻ ടെണ്ടുൽക്കർ? സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. കാര്യം സച്ചിൻ എപ്പോഴും ഉള്ളതാണ്, ഇങ്ങനെ ഒരു ഓഫ് സീസൺ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഇതിന്റെ ഒരു പീക്കിൽ അല്ലെങ്കിൽ സച്ചിൻ റിട്ടയർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഇങ്ങനെ വാളൊക്കെ എടുത്ത് നിൽക്കുന്ന ടൈമിൽ സച്ചിൻ വന്നൊരു നന്നായിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചു പോകും, ഒരു സെഞ്ചുറി ഒന്നല്ല, ഒരു ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ അടിക്കും. പിന്നെ ശരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരു വലിയ മോറൽ സപ്പോർട്ടാണ് സച്ചിൻ എത്ര ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ടൈമാണെങ്കിലും സച്ചിൻ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസവും സന്തോഷവും നമുക്കുണ്ട്. പക്ഷെ വല്ലപ്പോഴും പോകുന്നത് നീലക്കുറിഞ്ഞായിട്ട് മതിയോ നമുക്ക് ഇനി സച്ചിനെ? അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത സെഞ്ചുറി മുതൽ ഇനി എല്ലാ കളിയും സച്ചിൻ സെഞ്ചുറി അടിച്ചാലോ. എല്ലാ കുറിഞ്ഞു പൂത്ത കാട്ടുകുറിഞ്ഞായിട്ട് നിൽക്കട്ടെ. സച്ചിൻ റിട്ടയർ ചെയ്ത ആസിഫ് ഇന്ത്യയുടെ കളി കാണുന്നത് നിർത്തും? തീർച്ചയായിട്ടും കുറയും. ഞാനൊരു ഭയങ്കര സച്ചിൻ ഫാനാണ്. കാര്യം നമ്മൾ കാറ് ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാർ എന്ന് ആദ്യം പറയുമ്പോൾ ഫെറാറി എന്ന് പറഞ്ഞു പഠിച്ച പോലെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും സച്ചിൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സച്ചിൻ ഇന്ത്യൻ ടീമിലില്ല അല്ലെങ്കിൽ സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ജനറേഷനിലുള്ള ആളുകൾക്കെല്ലാം ഫീൽ ചെയ്യും. സച്ചിൻ റിട്ടയർ ചെയ്യുന്ന ദിവസം ആസിഫ് അലി കരയോ? ഒരു പക്ഷേ കരഞ്ഞേക്കാം. ഇനി ഞാൻ കുറച്ച് സച്ചിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസർ പറയാം. സച്ചിന്റെ ആ ഇന്നിങ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഏത് ഇന്നിങ്സ്? ഇടയ്ക്ക് സച്ചിൻ ഒരു ബാക്കിൽ ഒരു ഓപ്പറേഷൻ വന്നു. അതിനു മുന്നേ സച്ചിൻ ഹുക്ക് ഷോട്ട്സ് കളിക്കുമായിരുന്നു. ആ ഇന്നിങ്സുകളെല്ലാം സച്ചിന്റെ സിക്സസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടൈമാണ് എനിക്ക് പ്രത്യേക ഇന്നിങ്സ് എന്ന് എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. സച്ചിൻ ആ അടിച്ച അടി ഞാൻ ജന്മത്തിൽ മറക്കില്ല. 2003 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ അഗേൻസ്റ്റ് കളിക്കുമ്പോൾ ഷോയബ് അക്തറിന്റെ ഒരു ഷോ ഓഫ് ആയിരുന്നു ആ ഫുൾ സീരീസിൽ. അതില് ലാസ്റ്റ് കളിയിൽ വന്നിട്ട് സച്ചിൻ എടുത്തിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്, സച്ചിനും സേവാഗും കൂടെ. അതാണ് ഞാൻ ഏറ്റവും ആസ്വദിച്ച് കണ്ടത്. അടിച്ച് പൂട്ടി റാവൽപിണ്ടി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ് മച്ചാൻ ഒരു സൈഡിൽ നിന്ന് ഓടി ഇവിടെ വരും, അടിച്ച് പെരപ്പുറത്ത് കയറ്റും. വാഴപ്പിണ്ടി എക്സ്പ്രസ്. അടുത്തത് സച്ചിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അതാണ്, സച്ചിൻ ഒരു ഫെറാറി ഉണ്ട്. സച്ചിനിൽ നിന്ന് ഞാൻ പഠിച്ചത് വലിയ പൊക്കമൊന്നും വേണ്ട. That's Asif Ali with us on Club FM. Star Jam. Ton കണക്കിന് fun. You are under arrest. You
You are under arrest എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആസിഫ് അലി, now things are getting serious. Okay. You are under arrest. Simple question. ആസിഫ്, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ആസിഫ്, are you safe? I don't think so. ആരും ഇൻഡസ്ട്രിയിൽ സേഫ് അല്ല. കുറെ പടങ്ങൾ ബാക്ക് ടു ബാക്ക് മോശം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെയും പയ്യെ തള്ളി തുടങ്ങും. അപ്പൊ ആരും സേഫ് അല്ല ഇൻഡസ്ട്രി. ക്രിക്കറ്റില് 10 ഇന്നിങ്സ് മോശമായി എന്ന് പറഞ്ഞ് സച്ചിനെ എല്ലാവരും ചീത്ത വിളിച്ചു. അതെ. ആസിഫിന്റെ എത്ര ഇന്നിങ്സ് മോശമായി? 4 ഇന്നിങ്സ് ബാക്ക് ടു ബാക്ക് മോശമാണ്. എന്താണ് ഇപ്പൊ ആസിഫിന്റെ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റാൻഡ്? സെലക്ടേഴ്സ് വകവെക്കുന്നുണ്ടോ? സിനിമയുടെ എണ്ണം കൂടിപ്പോയി എന്നുള്ളൊരു പ്രശ്നമാണ്. എപ്പോഴെങ്കിലും അതൊരു പിന്നെ ബാക്ക് ഫയർ ആയി മാറുന്നുണ്ട്? അതായത് ഇൻഡസ്ട്രിക്കകത്ത് ഒരു ബാക്ക് ഫയറിംഗ് അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു 3 പേരോ അല്ലെങ്കിൽ 2 പേരോ കൂടെയുള്ള ആസിഫ് അലിയുടെ ഒരു ഹിറ്റ് പിറക്കുന്നു. ആസിഫ് അലിക്ക് ഒറ്റയ്ക്ക് ഫിലിംസ് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ശരിക്കും അത് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ട്രൈ നടത്തിയിട്ടില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ സിനിമകളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ചിലത് ഞാൻ ഒരു സിംഗിൾ ഹീറോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3-4 പേരോ ഉള്ളതിലായിരിക്കും. അപ്പൊ അങ്ങനെ അതൊരു ആക്സിഡന്റലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല പേർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഞാൻ പ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സോ സെൽഫായിട്ട് ഷോൾഡർ ചെയ്യാനുള്ള ഇതുണ്ടോ, പവർ ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ടറും നല്ല രീതിയിലൊരു സിനിമ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഒരു സിംഗിൾ ഹിറ്റ് വരും. വേറെ നമ്പർ ബി ആയിക വരുമായിരിക്കും. ആസിഫ് പറഞ്ഞിട്ടുണ്ട് ഒരു നടന്റെ തലവര മാറ്റുന്നത് വെള്ളിയാഴ്ചയാണെന്ന്. അതെ, ആസിഫിന്റെ തലവര എത്ര വെള്ളിയാഴ്ച മാറിയിട്ടുണ്ട്? ആദ്യത്തെ സിനിമകൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ട്രാഫിക്കോ സോൾട്ട് ആൻഡ് പെപ്പറോ എന്നെ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള സിനിമകളാണ്. അപ്പൊ ആ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ തലവര അത്യാവശ്യം നന്നായിട്ട് മാറിയിരുന്നു. ഫ്ലോപ്പ് ആവുന്ന ഒരു സിനിമ ഇറങ്ങുന്ന വെള്ളിയാഴ്ച രാത്രി ആസിഫിന്റെ ലൈഫ് എങ്ങനെയാണ്? ആ രാത്രി എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച പല സിനിമകളും മോശമാണെന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞിറങ്ങിയവർ ചീത്ത വിളിക്കണ കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. ആസിഫ് ആദ്യം കുറെ ഹിറ്റ്സ്, പിന്നെ ഒരു ഫോൺ കോൺട്രവേഴ്സി, പിന്നെ ഒരു CCL കോൺട്രവേഴ്സി. ആസിഫിന്റെ ഉന്നം എവിടെ തെറ്റിയെന്ന് ലൈഫ്? ഫോൺ വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേയും ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ എന്റെ കരിയറിൽ വന്നു. ക്രിക്കറ്റിന്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു മണ്ടത്തരം ഞാൻ കാണിച്ചു. അതും എനിക്ക് അവിടെ നിന്നാണ് ശരിക്കും എന്റെ ഉന്നം തെറ്റി തുടങ്ങിയത്. എന്നിട്ട് എന്താ ആസിഫ് ചെയ്തു? ഉന്നം തെറ്റുന്നു ആസിഫിന് മനസ്സിലായപ്പോ? അല്ല, തെറ്റിക്കഴിഞ്ഞ ഉന്നത്തിനെ പറ്റി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. And that's Asif Ali with us on You Are Under Arrest. Thank you so much. The Club FM Star Jam. Tan Ganangana. Fun. Star Jam with RJ Sean. This is Asif Ali on Star Jam, and Asif Ali, thank you so much. Thank you. How was Star Jam? Super. Star Jamil നമ്മളിപ്പോ നേരത്തെ ആദ്യം തന്നെ ഷാനന്റെ അടുത്ത് പറഞ്ഞ പോലെ എല്ലാത്തിനെയും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യനും ഞാൻ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ. എനിക്ക് ആസിഫിനെ കഴിഞ്ഞ 7 വർഷമായിട്ട് അറിയാം. Okay. Now tell me, കമൽ ഹാസനെ പോലെ ആകണം എന്നാണ് ആസിഫിന്റെ ഏറ്റവും വലിയ ആശ, റൈറ്റ്? Yes. എന്തെങ്കിലും ഒരിക്കൽ കമൽ ഹാസനെ പോലെ ആസിഫ് അലിയും ആകും എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. 2000 ഡാഷ്. Finally, Asif Ali, you should ask a question. പിന്നെ ക്ലബ് FM ആസിഫ് അലി കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടി ആസിഫ് അലി ഓട്ടോഗ്രാഫ് ചെയ്ത ക്ലബ് FM സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് നോട്ട്ബുക്ക് കൊടുക്കണം. ആൻഡ് അതിൽ ആസിഫ് അലി എന്താ എഴുതാൻ പോകുന്നത്? എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു കോട്ടുണ്ട്. അതായത് കുങ്ഫു പാൻഡ എന്ന് പറഞ്ഞൊരു ആനിമേറ്റഡ് ഫിലിം ഉണ്ട്. അതിൽ പാൻഡ ഡ്രാഗൺ ഫൈറ്റർ ആവാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷിഫു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ട്രെയിൻ ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോട്ടുണ്ട്. യെസ്റ്റർഡേ വാസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ബട്ട് today is a gift, that's why it's called the present. അപ്പോൾ ഇന്ന് എന്താണോ അത് മാക്സിമം എൻജോയ്. അതാണ് ആസിഫ് അലി എഴുതാൻ പോകുന്നത്. യെസ്. ആൻഡ് ആസിഫ് അലിയുടെ ക്വസ്റ്റ്യൻ എന്താണ് ഈ നോട്ട്ബുക്ക് കിട്ടാനായിട്ട്? ക്വസ്റ്റ്യൻ എനിക്ക് ആദ്യം തന്നെ ബിജുചേട്ടൻ തന്നൊരു പാരയുണ്ട്, നീ ഇപ്പൊ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന്. ബിജു മേനൻ പറഞ്ഞ കമന്റ് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ, പയ്യനല്ലേ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈ ബിജുചേട്ടൻ പറഞ്ഞതിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? ആസിഫ് അലി ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ടയോ? Alright, so ആസിഫ് ഫൈനലി അടുത്ത പാട്ട് ആസിഫ് ഒരു ആർജെ പോലെ സമയ്ക്ക് വേണ്ടി ഒരു ആർജെ പോലെ സംസാരിച്ച് പ്ലേ ചെയ്യും. ഓക്കെ, ഇനി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണുള്ളത്. ആക്ടർ ആസിഫ് അലിയുടെ വുഡ് ബിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നു. വാവ്, സോ റൊമാൻറ്റിക് അല്ലേ? പാട്ട് ഇതാണ്, സുബ്ഹാനല്ലാഹ്. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है. ഫ്രം ഉസ്താദ് ഹോട്ടൽ. ഓക്കെ, സമ ആസിഫ് അലി സമയെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണക്കിന് ഫൺ. Subhanallah, Subhanallah, Subhanallah.